അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വെള്ളിയാഴ്ച രാവിലെ മഗ്‌രിബ് നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ്. പൊതുവെ നിസ്കരിക്കാത്തവർക്ക് ഇതൊന്ന് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. നിസ്കരിക്കുന്നവർക്ക് നിസ്കാരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ കൂലിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും കേൾക്കാൻ. അപ്പോൾ എല്ലാവരും നിസ്കരിക്കാത്തവരും നിസ്കരിക്കുന്നവരും കേട്ട് മനസ്സിലാക്കുക. നിസ്കരിക്കാത്തവർ പൊതുവെ നിസ്കരിക്കാൻ തുടങ്ങുക, ഖളാഹക്കാതെ നിസ്കരിക്കാൻ തുടങ്ങുക. ഇനി നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂലി മനസ്സിലാക്കണം. വെള്ളിയാഴ്ച രാവിലെ മഗ്‌രിബ് നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം സൂറത്തുൽ കാഫിറൂനയും 2-ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് ഏറെ പുണ്യം. വെള്ളിയാഴ്ച രാവിൻ്റെ തുടക്കമാണ് വ്യാഴാഴ്ച അസ്തമിച്ച ഉടൻ നാം നിസ്കരിക്കുന്ന മഗ്‌രിബ് നിസ്കാരം. ഖുർആനിൻ്റെ 4/1 എന്ന് വിശേഷിപ്പിച്ച സൂറത്തുൽ കാഫിറൂനും ഖുർആനിൻ്റെ 3/1 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസും ഈ നിസ്കാരത്തിൽ ചൊല്ലൽ സുന്നത്തായതും ഈ നിസ്കാരത്തിൻ്റെ സവിശേഷ സമയം പരിഗണിച്ചാണ് ബുജൈരിമി 2:67 കാണാം. അപ്പോൾ എന്താണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മഗ്‌രിബ് നിസ്കാരത്തിൽ എന്താണ് ഓതേണ്ടത്, ഏതിനാണ് പുണ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ഇതുപോലെ ഒരുപാട് പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.